രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഹച്ച് റൂമിലെത്തിയതു മുതൽ ആലോചനയിലാണ്. എന്റെ ദേവി, അമ്മ ഇങ്ങനെയാണെങ്കിൽ മകളും അങ്ങനെ ആകുന്നതിൽ ഒരു സംശയമില്ല. ഇന്ന് രാവിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ രംഗം ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഫ്ലാഷ് ബാക്ക്. അച്ചു ഫ്രഷായി ഇറങ്ങിയത് മുന്നിലിരിക്കുന്നവളെ കണ്ടൊന്ന് പതറി ബാത്റൂമിൽ നിന്നിറങ്ങി അഹുവിനായി ചുറ്റും തിരഞ്ഞു. അവിടെയൊന്നും കാണാതെ ആയത് അച്ചുവിന് മനസ്സിലായി. ഇവൾ പറഞ്ഞു വിട്ടതാകുമെന്ന്. ഡോറും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബെഡിലിരിക്കുന്നവളെ നോക്കി അച്ചു പതിയെ തലയിൽ കെട്ടിയ ടവൽ അഴിച്ച് തോർത്തിക്കൊണ്ടിരുന്നു. ഡി, ഞാനിവിടെ ഇരിക്കുന്നത് നിനക്ക് കാണാൻ വയ്യേ? അച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളോട് പറഞ്ഞു. ചേച്ചി, ഞാൻ ചേച്ചിയെ കണ്ടു, അത് സത്യവാ. പക്ഷെ ചേച്ചി എന്തിനാ ഈ റൂമിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? ഡി, നീ അധികം കിടന്ന് കളിക്കല്ലേ. ചേച്ചി വന്ന കാര്യം പറയ്, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോണം. ഡി പൊന്നെ, നീ എന്ത് ധൈര്യത്തിലാടി എന്റെ ദക്ഷിണ കല്യാണം കഴിക്കാൻ സമ്മതം പറഞ്ഞത്? ഞാൻ സമ്മതമൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ മുന്നിൽ സംസാരിക്കാൻ ഭയമുണ്ടെങ്കിലും എന്തോ ഒരു ധൈര്യം വന്നതുപോലെ അച്ചുവിന് തോന്നി. എന്നാ കേട്ടോ, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. അതേ സംഭവിക്കൂ. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നീ ജീവനോടെ ആ രാത്രി ഉണ്ടാവില്ല. ആരോഹ്യ പറഞ്ഞത്. കുറിച്ചിട്ടോ നീ? ചേച്ചി, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാം ഇവിടെയുള്ളവരുടെ എന്റെ അമ്മയുടെ സമ്മതപ്രകാരം നടക്കുന്നതാ. പിന്നെ ചേച്ചി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ല ദക്ഷേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതാ. എന്തു പറഞ്ഞടി? അവൻ അവൻ എന്റെയാ. ഞാൻ കുഞ്ഞുനാൾ മുതൽ മനസ്സിലിട്ട് കൊടുക്കുന്നതാ. അല്ലാതെ നിന്നെ പോലെ പണം കണ്ട് അവന്റെ പുറകെ നടക്കുന്നതല്ല. അവനെ അങ്ങനെ വിളിക്കാൻ എനിക്കേ അവകാശമുള്ളൂ. നിനക്കെന്നെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തിന്, എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും. അച്ചു പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് ആരോഹി അച്ചുവിടെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചുവരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അലറി. ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലുള്ള അവളുടെ മുഖഭാവം കണ്ട് അച്ചു ഒന്ന് ഭയന്നു. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. കൂടെ ശ്വാസം കിട്ടാതെ വന്നതും അച്ചു ബോധം വന്നതുപോലെ അവളെ തട്ടിമാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കൈക്കരുത്തിന് മുന്നിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പെട്ടെന്ന് അവൾ കൈയെടുത്തതും അച്ചു ചുമച്ചുകൊണ്ട് താഴേക്കിരുന്നു പോയി. ചുമച്ച് പതിയെ നെഞ്ചിൽ കൈവച്ചുഴിഞ്ഞുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു. അച്ചു അവളെ നോക്കി ഉമിനീരിറക്കി. അത്രയും ദേഷ്യമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. പറഞ്ഞത് കേട്ടല്ലോ, നീ തന്നെ ഇതിൽ നിന്ന് ഒഴിയാനുള്ള കാരണം കണ്ടി പൊയ്ക്കൊള്ളാം. ഇല്ലെങ്കിൽ ചൂണ്ടുവിരൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആരോഹി പറഞ്ഞു. എന്നിട്ട് അവൾ കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. എന്റെ ദേവി, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? അച്ചു ചേച്ചി, തന്റെ അടുത്ത് അഹു നിൽക്കുന്നത് പോലെ തോന്നി അവൾ അവളെ തിരിഞ്ഞു നോക്കി. നീ എപ്പോ വന്നു? ഞാൻ ചേച്ചി പോയപ്പോ തന്നെ വന്നു. ഞാനിവിടെ ഇരിക്കുമ്പോഴാ ചേച്ചി വരുന്നേ. പിന്നെ എന്നെ പേടിപ്പിച്ച് പറഞ്ഞോട്ട്. എന്താ ചേച്ചി പറഞ്ഞേ? അച്ചു നടന്നത് മുഴുവൻ പറഞ്ഞു. ചേച്ചി സൂക്ഷിക്കണം. എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയുന്നതല്ല. ഭയങ്കര വാശിക്കാരി, ആഗ്രഹിച്ചത് എന്തും നേടിയെടുക്കുന്ന പ്രകൃതവുമാണ്. ചേച്ചിക്ക് ഒരുപാട് മോശം കൂട്ടുകാരുണ്ട്. അവരാണ് ചേച്ചിയെ ചീത്തയാക്കിയത്. എന്തൊക്കെയോ മരുന്ന് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ കാണാൻ വയ്യ ചേച്ചി. അഹു കരഞ്ഞുകൊണ്ട് അച്ചുവിനെ കെട്ടിപ്പിടിച്ചു. അമ്മയും അവരുടെ കൂടെയാ. അമ്മയും ചേച്ചിയെ തിരുത്തുന്നില്ല. എനിക്കും അച്ഛനും എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അമ്മയുടെ ഇത്രയും മോശം സ്വഭാവമാണ് ചേച്ചിയെ നശിപ്പിച്ചത്. എന്താ ചെയ്യുക ചേച്ചി? അഹു വീണ്ടും ഓരോന്ന് എണ്ണിപ്പിറക്കി കരഞ്ഞുകൊണ്ടിരുന്നു. അച്ചുവിന് ഇത് കേട്ടിട്ട് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അഹു ഉറങ്ങിയെന്ന് കണ്ടതും അവളെ പതിയെ ബെഡിൽ കിടത്തിക്കൊണ്ട് ചെറുതായി ഒന്നൊരുങ്ങിക്കൊണ്ട് ഹാളിലേക്ക് ചെന്നു. അപ്പോഴാണ് ആരിഷ ആന്റിയോട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടത്. അമ്മായിയുടെ സംസാരത്തിൽ നിന്നാണ് അച്ചു ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. പാസ്റ്റ്. ഞാൻ പറയാട്ടത്തി, +2 കഴിഞ്ഞ് എന്റെ മാർക്ക് ബേസ് ചെയ്ത് സെന്റ് ജോർജ് കോളേജിൽ സ്കോളർഷിപ്പ് വഴി എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അലോകിനെ പരിചയപ്പെടുന്നത്. അവരുടെ അച്ഛന്റെ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഫ്രഷേഴ്സിലേക്ക് ഗസ്റ്റായി വന്നതായിരുന്നു അലോക്. ഹായ്. ആരോ തന്നെ വിളിച്ചതോർ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇന്നത്തെ ഗസ്റ്റ് ആണെന്നറിയുന്നത്. ഹായ്, ഞാൻ അലോക്. അറിയാം. എങ്ങനെ? പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു. ഓ, ആമുഖ പ്രസംഗം ഉണ്ടായിരുന്നല്ലേ? എനിവേ, സൂപ്പർ ഡാൻസ് ആയിരുന്നു. താങ്ക് യു സർ. അതായിരുന്നു തുടക്കം. പിന്നീട് ഞങ്ങൾ സൗഹൃദത്തിലായി. കോളേജിൽ ഇടയ്ക്ക് വരുമ്പോൾ അദ്ദേഹം തന്നെ കണ്ടിട്ടേ പോകും. പിന്നെ ആരോ ഇരിക്കുകയും ഞാൻ ചെന്ന് അകപ്പെട്ടു. എന്താ സംഭവിച്ചേ? വൈദ്യുമ്മ ചോദിച്ചത്. കിച്ചു ആ ഓർമ്മയിലേക്ക് പോയി. എനിക്ക് കൂട്ടുകാരി എന്ന് പറയാൻ ലിസ മാത്രമാണുള്ളത്. ഹോസ്റ്റലിലാണെങ്കിലും ഒരുമിച്ചായിരുന്നു. ഹോസ്റ്റലിൽ റാഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് അലോകിന്റെ കർശന നിർദ്ദേശമായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ റാഗിംഗ്.
അതിലെനിക്ക് മൈക്കിൾ ജാക്സന്റെ സോങ്ങിൽ ഡാൻസ് കളിക്കാനായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. എന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം കിച്ചു തന്റെ ഇരു കണ്ണുകളും മുറുക്കി അടിച്ചുകൊണ്ട് പറഞ്ഞു, അന്ന് കോളേജ് ഫെസ്റ്റിവലായിരുന്നു. ഞാനും എന്റെ കൂട്ടുകാരി ലിസയും കൂടി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റൂമിലേക്ക് കയറി ആഭരണങ്ങളെല്ലാം അഴിക്കാൻ തുടങ്ങി. ഞാൻ ഡ്രസ്സ് മാറി വാൾഡ്രോബൊക്കെ ചുറ്റിയിരിക്കുമ്പോഴാണ് ലിസയെ പ്രിൻസിപ്പൽ വിളിക്കുന്നു എന്നും പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിൽ അനഘ വരുന്നത്. ലിസ അവളുടെ കൂടെ പോയത് ഞാൻ മാത്രമായ ആ റൂമിൽ. കുറച്ചു കഴിഞ്ഞതും ആരോ തന്റെ പുറകിലുള്ളതുപോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയത് കോളേജ് സീനിയർ വിവേകായിരുന്നത്. അവൻ എന്റെ അടുത്തേക്ക് വഷളം ചിരിയോടെ നടന്നു വന്നു. താൻ എങ്ങനെ അകത്തേറി? പുറത്തു പോ. അടങ്ങന്റെ മോളെ, നീ കുറേയായി എന്നെ കൊതിപ്പിക്കുന്നത്. ഇന്ന് എന്റെ ദിവസമാണ്. വേറെ എവിടേക്ക് ഞാൻ പറയാതെ ആരും വരുന്നു. വാ, നമുക്കൊന്ന് കൂടാം. ഛേ, ഭയന്നുകൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. വിവേക് ഈ കോളേജിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട സ്റ്റുഡന്റ് ആണ്. ഡ്രഗ്സ്, പെൺവാണിഭം എല്ലാം അവന്റെ കയ്യിലുണ്ട്. കോളേജിൽ കാലുകുത്തിയതു മുതൽ ഇവന്റെ പേര് കേൾക്കാനേ നേരമുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചെന്ന ദിവസം തന്നെ ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ സസ്പെൻഷനിലായിരുന്നു. അവന്റെ അച്ഛന് ഈ കോളേജ് ഒരു കാൽഭാഗം ഷെയറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനെ പുറത്താക്കാനും സാധിക്കില്ല. ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഒരു ഫെസ്റ്റിവലിലായിരുന്നു. അതിനു മുമ്പ് കോളേജിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാനുമായി ഒരു ദിവസം ലൈബ്രറിയിൽ കാണുകയുണ്ടായി. അന്ന് അവനൊരു നോട്ടം നോക്കിപ്പോയി. പിന്നെ ഇപ്പോഴാ കാണുന്നേ. കിച്ചു ഭയത്തോടെ തന്റെ ഡ്രസ്സിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് പുറത്തേക്ക് നീങ്ങി. അതനുസരിച്ച് അവന് പെട്ടെന്ന് അവളുടെ വാൾഡ്രോബിൽ പിടിച്ചുകൊണ്ട് അവൻ അവളെ വശമായി നോക്കി. ഇനി നിന്നെ ആര് രക്ഷിക്കും കൃഷ്ണ? ഇന്നെല്ലാവരും പറഞ്ഞു നിന്നെ ഞാൻ എന്റെ കാൽ കീഴിക്കൊണ്ടുവരും. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും കൂടെ ആ വാർഡ്രോബ് വലിച്ചെടുത്ത് ഒരുമിച്ചായിരുന്നു. അവൾ സകല ദൈവങ്ങളെയും വിളിച്ചു. നീ നിന്റെ കൂട്ടുകാരിയായിരിക്കും ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. എന്നാ കേട്ടു, ഞാൻ മനഃപൂർവ്വം ഇവിടുന്ന് മാറ്റിയത് അവളെ. ഇനി ഞാൻ പറയാതെ ഇവിടെ ആരും വരില്ല. എന്റെ ആവശ്യം കഴിഞ്ഞ് പുറത്ത് എല്ലാവരും ഉണ്ടാകുകയും ചെയ്യും. എന്തേ? അത്രയും പറഞ്ഞ് അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചുവട് വെച്ച് കൃഷ്ണ തന്റെ അരികിലുള്ള ഡ്രസ് ജഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനത് അവളിൽ നിന്നും പറിച്ചെറിഞ്ഞു. അവളെ ആ കോലത്തിൽ കണ്ടതും അവന്റെ കണ്ണുകൾ ആർത്തിയോടെ ശരീരത്തിൽ പാഞ്ഞു കടന്നു. ഒരു ബ്ലൗസ് പാവാടയുമാണ് വേഷം. ഡാൻസ് ബ്ലൗസ് ആയതിനാൽ ഫ്രണ്ട് കുറച്ച് ഇറക്കിയാണ് തയ്ച്ചിരിക്കുന്നത്. മാറുകൾ വ്യക്തമായി കാണാം. അവന്റെ നോട്ടം കണ്ട് കൃഷ്ണ വേഗം കുനിഞ്ഞ് മുട്ടിലിരുന്നു. അവന്റെ ആസ്വാദനത്തെ തടസ്സം നിർത്തുക അവനിൽ ദേഷ്യം നിറച്ചു. പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്, അവൾ കരഞ്ഞുകൊണ്ട് അവനോട് യാചിച്ചു. ഹേയ്, എന്തിനാ എന്റെ കൃഷ്ണക്കുട്ടി കരയുന്നേ? ഞാൻ നിന്നെ സ്നേഹിക്കാനല്ലേ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഷോൾഡറിൽ കൈവച്ചു. അവൾ വെറുപ്പോടെ ആ കൈ തട്ടിമാറ്റി. അത് കണ്ട് അവളെ താഴ്ത്തു നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ച് അവന്റെ മുഖത്തോട് മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീയായി സഹകരിച്ച അധികം ഞാൻ വേദനിപ്പിക്കില്ല. അതല്ല, ബലം പ്രയോഗിച്ച നീ ഇന്ന് ഹോസ്റ്റലിൽ പോകില്ല. ഇന്ന് മുഴുവൻ ഞാൻ നിന്നിൽ നിറഞ്ഞാടും. എന്താ വേണോ? അവൾ വിലങ്ങനെ തലയാട്ടി. ആ, അപ്പൊ നല്ല കുട്ടിയായിട്ട് വേഗം വന്നു. അവൾ അവനിൽ നിന്നും പുറകോട്ട് ചൂടുവെച്ചത് അവൾ ഓടിയത് അവൻ അവളുടെ പുറകിലെ ബ്ലൗസിൽ പിടിച്ച ഒറ്റ വലിയായിരുന്നു. അത് കീറിപ്പോയി. അവളുടെ ശരീരം ഒന്നുകൂടെ തെളിഞ്ഞത് അവൻ ഇരു കണ്ണുകളും അടച്ച് അത് ആസ്വദിച്ചു. നേരത്തെ ഇൻജെക്ട് ചെയ്ത് ഡ്രഗ്സ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അവൻ അവളുടെ ഷോൾഡറിൽ കൈവച്ചു. കൃഷ്ണ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ പൊട്ടിക്കരഞ്ഞു. അവളൊന്നും ഇനി കാണാൻ വയ്യാതെ ഇരു കണ്ണുകളും അടച്ചു. പെട്ടെന്നാണ് ഒരലർച്ച കേട്ടത്. കൃഷ്ണ കണ്ണു തുറന്നു നോക്കിയത് ഒരു കൈയിൽ ഷർട്ട് നീട്ടിക്കൊണ്ടിരിക്കുന്ന ആലോകിനെയാണ്. അവൾ അവനെ നോക്കിയത് അടുത്ത അലർച്ച വന്നു. എടുത്തിരടി. അത് കേട്ട് വേഗം അത് വാങ്ങിയിട്ടു. അവന്റെ മുന്നിൽ നിന്നും തിരിഞ്ഞ് ആ ഷർട്ട് ഇടുമ്പോൾ പിറകിൽ അവന്റെ അലർച്ച കേട്ടുകൊണ്ടേയിരുന്നു. വിറയാർന്ന കൈകൾ കൊണ്ട് അവൾക്ക് ബട്ടണിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാ ബട്ടണുകൾ ഇടുമ്പോഴും വിവേകിന്റെ അലർച്ച കൂടിക്കൊണ്ടേയിരുന്നു. അവൾ ഒരരികിലേക്ക് നീങ്ങി നിന്നു. തന്റെ അരികിലേക്ക് ആരോ വരുന്നതറിഞ്ഞ കൃഷ്ണ കണ്ണുകൾ ഉയർത്തി നോക്കിയത് പേടിച്ച് രണ്ടടി പുറകിലോട്ട് നീങ്ങി നിന്നുപോയി. മുഖത്തും ശരീരത്തിലും രക്തം നിറഞ്ഞു നിൽക്കുന്ന ആളെ കണ്ട് കൃഷ്ണ ഒന്ന് പേടിച്ചു. അലോക് അവനെ ഒന്ന് നോക്കി. വിവേകിനെ നോക്കിയതും അവൾ ഒന്നേ നോക്കിയുള്ളൂ. അവൻ ജീവച്ഛവമാക്കി കിടക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ടത് കൃഷ്ണ ഒന്ന് ഭയന്നുപോയി. ഒരു രാക്ഷസനെ പോലെയായിരുന്നു അവനപ്പോൾ. അവൻ തന്റെ ഏർപ്പാടിൽ എന്തോ സംസാരിക്കുന്നത് കണ്ടു. ആ റൂമിന്റെ മറ്റൊരു ബാക്ക് ഡോർ തുറന്നു. കുറച്ച് കറുത്ത വസ്ത്രധാരികൾ വന്ന് വിവേകിനെ എടുത്തുകൊണ്ടുപോയി.
കൃഷ്ണ ഇതെല്ലാം കണ്ട് കണ്ണുമിഴിച്ചു നിന്നുപോയി. തന്റെ കവളിൽ ആരോ തട്ടിയതും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ മുന്നിലേക്ക് നോക്കി. അലോക്. അതിനൊന്നും അവനൊന്നും മൂളുക മാത്രം ചെയ്തു. തന്റെ കീറിയ വാർഡ്രോബ് എടുത്ത് രക്തമായ മുഖവും കയ്യുമെല്ലാം അവൻ തുറച്ചു. അവൻ തന്റെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും ഡോറിൽ മുട്ടുകേട്ടു. അവൾ തലയും താഴ്ത്തി നടന്നു. കൂടെ അലോക് ഡോർ തുറന്നതും പ്രിൻസിപ്പൽ അടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എടി, ദേ നിന്റെ ചേട്ടനെങ്ങനെ? ആരുഷിയുടെ കൂട്ടുകാരി മെർലിൻ ചോദിച്ചു. എനിക്കെങ്ങനെ അറിയാനാ? ഇവളെ എന്റെ ഏട്ടന്റെ തലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ആ വിവേകനെ കൊണ്ട് ഈ കളി ഞാൻ കളിപ്പിച്ചത്. എന്തിന്? ഞാനാണ് ഈ പിന്നിലൊന്നും അറിയാതെ പോലും കളിപ്പിച്ചത്. ഇനിയിപ്പോ എന്തിയൂടി? ടെസ്സ അറിഞ്ഞ? മെർലിൻ ഒരു ഭയത്തോടെ പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാം, വാ. ആരുഷ് മെർലിനെയും വിളിച്ചുകൊണ്ടുപോയി. സാർ, എന്താ ഇവിടെ നടക്കുന്നത്? ഹേയ് നത്തിങ്. നിങ്ങൾ എല്ലാവരും എന്ന് പിരിഞ്ഞു പോകും, അലോക് പറഞ്ഞത്. അതുവരെ കൂടി നിന്നവർ പല വഴിക്ക് പോയി. പലരും പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അലോകാണ് കൃഷ്ണയെ ഉപദ്രവിച്ചതെന്ന് ആ കോളേജിൽ മൊത്തം പാട്ടായി. ഇതെല്ലാം അലോകിന്റെ ചെവിയിലെത്തുന്നുണ്ടെങ്കിലും ഒന്നിനും പ്രതികരിക്കാൻ നിന്നില്ല അവൻ. സാർ, പ്രിൻസിപ്പൽ ഭയത്തോടെ വിളിച്ചത്. അതുവരെ ശാന്തമായി നിന്ന് പ്രിൻസിപ്പലിന്റെ ഒന്ന് പൊട്ടിച്ചു. സാർ, കവിളിൽ കൈയും വെച്ച് അവൻ ദയനീയമായി വിളിച്ചു. ഡിസ്മിസ്ഡ് പറഞ്ഞുകൊണ്ടവൻ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് തന്റെ കാറിൽ കയറിപ്പോയി. കിച്ചു, അലോക് വിളിച്ചത്. അവൾ അവനെയും കാർ നിർത്തിയിരിക്കുന്നിടത്തേക്ക് നോക്കി. ഇറങ്ങ്. ഒന്ന് മൂളിക്കൊണ്ട് അവൾ ഇറങ്ങിയത്. അവൻ തന്റെ കൈയും പിടിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കയറി. അവൾ ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് അവൾക്കൊരാശ്വാസം തോന്നി. അവൻ തന്നെ ഒരു റൂമിലേക്കാക്കിപ്പോയി. അവളൊരു പൊട്ടിക്കരച്ചിലൂടെ ആ ബെഡിലേക്ക് വീണു. അങ്ങനെ തന്നെ കിടന്നുറങ്ങിയും പോയി. കുറെ കഴിഞ്ഞാണ് താൻ എഴുന്നേൽക്കുന്നത്. കണ്ണുകൾ ചിമ്മി തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞതുകൊണ്ട് കണ്ണുകൾ വീർത്തിരുന്നു. അവൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നതും ചുറ്റും അന്ധകാരം പടർന്നിരുന്നു. അവൾ തപ്പിത്തെറഞ്ഞ് ലയിക്കിട്ടത്. മുന്നിലിരിക്കുന്ന ആളെ കണ്ട് അവൾ ഞെട്ടി. പിന്നെ നീട്ടിയവൾ ശ്വാസം വിട്ടു. പേടിച്ചു പോയാലോ? എന്തിനാ ഇരുട്ടത്തിരിക്കുന്നേ? നീ ഫ്രഷായി വാ, ഇതാ നിനക്കുള്ള ഡ്രസ്സ്. ഒരു കവർ അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവൻ റൂം വിട്ടുപോയി. അവൾ അവനെ കവറിനെയും നോക്കി നേരെ ഫ്രഷ് ആകാൻ കയറി. കുളിയെല്ലാം കഴിഞ്ഞ് നേരെ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു. മുഖമെല്ലാം ചുവന്ന് വീർത്തിട്ടുണ്ട്. കണ്ണെല്ലാം ചെറുതായി ചുമന്നിട്ടുണ്ട്. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ താഴേക്ക് ചെന്നു. താഴെ ആരെയും കാണാതെ വന്നതും അവൾ ചുറ്റുമൊന്ന് നോക്കി. ഡൈനിങ് ടേബിളിൽ തന്നെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന അലോകിനെയാണ് അവൾ കണ്ടത്. വാ. കൃഷ്ണയെ കണ്ടാലോ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഫുഡ് സെർവ് ചെയ്യാൻ തുടങ്ങി. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ അടുത്ത് കസേരയിലിരുന്നു. താൻ കണ്ടിട്ടുള്ള അലോകല്ല ഇപ്പൊ തന്റെ അടുത്തിരിക്കുന്നതെന്ന് അവന്റെ മുഖത്തെ ഗൗരവത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി. അലോക്, ഇവിടെ വേറെ ആരുമില്ലേ? അവന്റെ മുഖഭാവം നോക്കി ഒരു ഭയത്തോടെ അവൾ ചോദിച്ചു. ഇല്ല, ഞാനും നീയും. അല്ല കിച്ചു, കഴിച്ചു കിടക്കാൻ നോക്ക്. കൃഷ്ണയെ പറഞ്ഞു പൂർത്തിയാക്കാനാകാതെ അലോക് അവളെ നോക്കി പറഞ്ഞു. അവൾ വേഗം കഴിച്ചെഴുന്നേക്കാൻ നിന്നതും പിറകിൽ നിന്നും അലോക് വിളിച്ചു. നാളെ ഒരിടം വരെ പോണം, റെഡിയായി നിന്നോ? തലയാട്ടിക്കൊണ്ട് കിച്ചു എഴുന്നേറ്റ് പോയി. തന്റെ റൂമിൽ കിടന്നിട്ടും ഉറക്കം വരാതെ ആലോചനയിലാണ് കിച്ചു. ഇതുവരെ തന്നോട് സംസാരിച്ച അലോകല്ലത്. ഇന്നത്തെ സംഭവത്തിന് ശേഷം ആൾ ആകെ മാറിയതുപോലെ. എന്താ എന്റെ ദേവി ആകെ നടക്കുന്നേ? വീട്ടിലൊന്നും വിളിക്കാൻ ഫോണ് പോലും ഇല്ല. അലോകിനോടൊന്ന് ചോദിച്ചാലോ? 2 ദിവസമായി അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട്. ഒന്ന് ചോദിച്ചു നോക്ക്. ഇന്ന് നടന്നൊന്നും പറയണ്ട എന്നവൾ തീരുമാനിച്ചുകൊണ്ട് റൂം വിട്ട് താഴേക്ക് നടന്നു. താഴെ എത്തിയത് ഇതിലേതാ റൂമിന്റെ ദേവി? താഴെ ഒരുപാട് മുറികൾ കണ്ട കിച്ചു ഒന്ന് സംശയത്തോടെ നിന്നതും പുറകിൽ ഒരു നിശ്വാസം അറിഞ്ഞു. അവൾ തിരിഞ്ഞു. എന്താ, നീ ഉറങ്ങിയില്ലേ? ഇല്ല. അതെ, ഫോണൊന്ന് തരുമോ? വീട്ടിൽ വിളിക്കാനാ. ഫോണിപ്പോ വിളിക്കണ്ട, പോയി കിടന്നുറങ്ങ്. കിച്ചുവിന് അത് വിഷമമായെങ്കിലും ഒന്നും പറയാതെ അവൾ റൂമിലേക്ക് തന്നെ പോയി. ഒരുപാട് കരഞ്ഞുകൊണ്ട് അവൾ ആ രാത്രി കിടന്നുറങ്ങി. അലോക് എന്തിന് തന്നോട് ഇങ്ങനെ കാണിക്കുന്നു അവൾക്ക് മനസ്സിലായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഇറങ്ങിയത് റൂമിലൊരു പെൺകുട്ടി നിൽക്കുന്നതാണ് കണ്ടത്. കിച്ചു അവരെ കണ്ട് നെറ്റി ചുളിച്ചെങ്കിലും അവർ തന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. മാഡം, ഞങ്ങൾ മാഡത്തെ ഒരുക്കാനാണ് വന്നത്. എന്തിന്? കിച്ചു ചോദിച്ചെങ്കിലും അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അലോക് കയറി വന്നു. കിച്ചു, അവർ നിന്നെ ഒരുക്കാനാ വന്നിരിക്കുന്നത്. തടസ്സമൊന്നും പറയാതെ അവരുടെ മുന്നിലിരിക്കെ. അലോക് അത്രയും ഗൗരവത്തോടെ പറഞ്ഞത്. കിച്ചു അവന്റെ മുഖഭാവം കണ്ടൊന്ന് തലയാട്ടി. അവരെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട്
റൂം വിട്ട് പുറത്തേക്ക് പോയി. മാം, ഇവിടെ ഇരിക്കാമോ? അവളൊന്നും മൂളിക്കൊണ്ട് അവർ പറയുന്നത് കേട്ട് അനങ്ങാതെയിരുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായത് അവർ അവളിൽ നിന്നും വിട്ടകന്നു. ഓക്കെ മാം, യു സോ ഗോർജിയസ് മാം. സാറ് കണ്ടാ പിന്നെ മാമിനെ വെറുതെ വിടില്ല. തുടരും.